ഷെബ്നഹസ്കർ നമുക്ക് ചെറിയൊരു ഓഡിയൻസിനെ കുറിച്ചിട്ടുള്ള സംഭവം, അതായത് രണ്ട് കാര്യം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് ഒരു റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും കാണിക്കുന്നുണ്ട്, ലഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് കാണിക്കാനൊക്കെ വിചാരിച്ചിട്ടാണ്. ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, എനിക്ക് സ്കെയിലപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിന് പോവുകയും വേണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തുടങ്ങാം. 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷെ നല്ല ഇരുട്ടാണ്, അധികം വെളിച്ചൊന്നും 6 മണി 6:30 കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ വെളിച്ചൊക്കെ വരുന്നത്. ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മള് ചപ്പാത്തിയും പിന്നെ ഒരു ഗ്രീൻ പീസ് മസാലയുടെ കറിയും കാണിക്കുന്നുണ്ട്. അപ്പൊ ചപ്പാത്തി കുഴക്കാൻ ഇന്ന് എനിക്കൊരു ഹെൽപ്പർ ഉണ്ട്. ആരാന്നറിയും? ഇതായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഡോ റെഡി ആക്കുന്നത്. അപ്പം നമ്മൾ കുറെ ആയിട്ട് ഞാൻ വിചാരിക്കണേ ഒരു ഹാൻഡ് മിക്സർ വാങ്ങിക്കണം എന്നുള്ളത്. നമുക്ക് കുറച്ചും കൂടി ഈ പൊടികളൊക്കെ കുഴക്കാനും എന്തെങ്കിലും പിന്നെ കേക്ക് മിക്സ് ഒക്കെ റെഡി ആക്കാനൊക്കെ ഈസി ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് അകാരോന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് പണികൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പം ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം വിചാരിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം. ഇറ്റ് കംസ് വിത്ത് 1000 watt മോട്ടോ വിത്ത് 100% കോപ്പർ വൈൻഡിങ്. ഈ ഒരു നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ ഇതാ ബീറ്റർ വരുന്നുണ്ട്, പിന്നെ ഡോ ഹുക്ക്, പിന്നെ ഒരു വിസ്കറും കൂടെ ഉണ്ട്. ഇതെല്ലാം ഇതിൽ ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഈസിയാണ് കേട്ടോ. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൽ 5 ലിറ്റർ സ്റ്റീൽ ബൗളാണ് വരുന്നത്. ഈ ഒരു സ്റ്റീൽ ബൗൾ നമുക്കിതിൽ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ 8 ലെവൽ ഓഫ് സ്പീഡ് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ അഗാരയുടെ ഈ ഒരു റോയൽ സ്റ്റാൻഡ് മിക്സറിലാണ് ചപ്പാത്തിയുടെ ഡോ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളും അതുപോലെ തന്നെ ഡോ ഹുക്കും നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിനിടയിൽ നമ്മൾ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പൊട്ടാറ്റോ ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു ഈസി ഗ്രീൻ പീസ് മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഗോതമ്പ് പൊടിയും ഈ ഒരു സ്റ്റീൽ ബൗളിലിട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമല്ല, കുറച്ചൊന്ന് ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് ഷൂട്ട് ചെയ്തിട്ട് കഴിയട്ടെ, എന്നിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു നിൽക്കുന്നു. ശരി, കുട്ടികൾ സ്കൂൾക്ക് നേരം വൈകും. ഇന്നിപ്പോൾ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുക്കറിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയ ജീരകം, സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതേ സമയം നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഗ്രീൻ പീസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വേവിച്ചെടുക്കുകയാണ്.
അപ്പോഴേക്കും ഇതാ നമ്മളുടെ ചപ്പാത്തി ഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഈസിയാണ് കേട്ടോ. നമ്മളതിലേക്കൊന്നും നോക്കൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ചപ്പാത്തി ഡോ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഗാരോയുടെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ, റോയൽ സ്റ്റാൻഡ് മിക്സർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പർച്ചേസിങ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാ ഷേസയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അവർക്കുള്ള ചായ അവൾ മധുരം ഇടുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇത് അവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഗ്രീൻ പീസ് മസാലക്കറി റെഡിയായി. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇപ്പോൾ ഷെയ്സൂട്ടിന് പനിയാണ് കേട്ടോ. ഷെയ്സൂട്ടിന് 2-3 ദിവസമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷനും പനിയൊക്കെയാണ്. അപ്പം ഷെയ്സ് സ്കൂളിൽ പോകണില്ല. ഞാൻ ബാക്കി ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കട്ടെ. അസ്കർക്കാക്ക് അന്നത്തെ ദിവസം വാലേഷൻ ക്യാമ്പാണ് കേട്ടോ. അപ്പം അടുത്ത് തന്നെ മലപ്പുറം കോളേജിലാണ്. അപ്പോൾ അവിടെ പോയി വരാനേ ഉള്ളൂ. അപ്പോൾ ഉമ്മ കുറച്ച് ചീര, ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ചീര തന്നെയാണ് കേട്ടോ. അതും വന്ന് ചീരൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു ക്ലീനിങ് ഒക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. വാ വന്നോ? ആ എങ്ങനെയുണ്ട് പനി? ചാടിച്ചിട്ട് മരുന്ന് കുടിക്കട്ടോ. അപ്പം ഞാൻ അന്നത്തെ ദിവസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് സാരി എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഉമ്മാൻ്റെ ഒരു സാരി ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരഞ്ഞു നോക്കണം. അപ്പം ഉമ്മ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തിരഞ്ഞു നോക്കുക കേട്ടോ. ഉമ്മ അധികം ഇപ്പോൾ സാരി ഒന്നും എടുക്കാത്തതുകൊണ്ട് എവിടെ വെച്ചോന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഉമ്മാൻ്റെ സാരികളൊക്കെ ഇനി ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരുന്നത്. കുറേ സാരി ഉണ്ട്. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സാരി തിരഞ്ഞ് ഞാനിന്ന്
ഉമ്മാനെ സാരി എടുക്കാന്ന് മനസ്സിലുണ്ട് വിചാരിച്ച് വെച്ചുകഴിഞ്ഞു കേട്ടോ. അപ്പം അത് തിരഞ്ഞിട്ട് കിട്ടണമില്ല. എന്തായാലും സാരി കിട്ടി. നല്ലോണം സമയം ലേറ്റായി. അപ്പം ഞാൻ വേഗത്തിൽ ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ലഞ്ചിനുള്ളത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ നിൽക്കണില്ല. ഞങ്ങൾ പിന്നെ ലഞ്ചിന് മുന്നേ ജുമാനുള്ള ദിവസമാണ്. അപ്പം ലഞ്ചിന് മുന്നേ പോകണം. നമ്മുടെ വഴിയിൽ ജുമാ കൂടിയിട്ട് പിന്നെ പരിപാടിക്ക് പോയാൽ മതി. ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. അതിനുശേഷം പിന്നെ ബാക്കി ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ചിക്കൻ ആദ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് ചിക്കനൊന്നും ആവശ്യമില്ല, കാരണം ഞങ്ങളൊന്നും കഴിക്കാൻ ലഞ്ചിനില്ലല്ലോ. അപ്പം ഫുള്ളായിട്ട് കഴുകിയിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വിചാരിച്ച്. അപ്പം ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള മസാല നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി പിന്നെ ഫ്രിഡ്ജിലേക്കും എടുത്ത് വെക്കണം. ഇനി കുറച്ച് ചോറ് വെക്കണം. അത് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കട്ടെ. ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളവിടെ തന്നെ ഉണ്ടായിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സവാള കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ വഴുതനങ്ങുപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി വഴന്നു വന്നിട്ടുള്ള സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനിടയിൽ നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ വെള്ളം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് മോരുകറി ഉണ്ട്, പിന്നെ കുറച്ച് ചീര ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ ക്ലീനിങ്ങും നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 11:15 ആയപ്പോഴത്തേക്കും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭാസ്കർക്ക് വാലേഷൻ ക്യാമ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി വേഗത്തിൽ കുളിച്ചിട്ട് ഞാനും റെഡിയായി പോട്ടെ. അപ്പോൾ ഇതാ ഞാൻ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് MLA നജീബ് കാന്തപുരം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, സ്കെയിൽ അപ്പ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ഓൺട്രപ്രണേഴ്സിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പ്രോഗ്രാമാണ്. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ നമ്മൾ വഴിയിൽ പള്ളിയൊക്കെ കൂടി ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ പ്രോഗ്രാമിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സ്റ്റേജും സെറ്റിങ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. വളരെ സുന്ദരിയായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിമൻ ഓണ്ടർപ്രനർ എന്ന് തന്നെ ഞാൻ പറയാൻ ഒരാളാണ്. With us we have Miss Shabana Haskar with a very strong subscriber base of 335K, happily ruling her YouTube channel
Tastiers. Thank you so much. You're looking gorgeous as always. Kindly be seated. And please give one big round of applause, my people. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ വണ്ടറാണ്. കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതും ഏറ്റവും വലിയൊരു പ്രോഗ്രാം അല്ലേ, ഒരു ഫ്യൂഷൻ ബിസിനസ് കോൺക്ലേവ്. ഇവിടെ നിങ്ങൾ എല്ലാവരും എത്തിച്ചത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊക്കെ ഈ തരാൻ വേണ്ടി ഈ ലോകം കൂടാതെ നടത്തും എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ യാത്രയിൽ നമ്മൾ എന്തായിരുന്നു സ്വപ്നം കണ്ടിരുന്നത് അത് ഓരോ ഘട്ടങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആസ് എ വുമൻ ക്രിയേറ്റർ, ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പറയാലോ, ഞാൻ ചോദിച്ചപ്പോൾ പറയുന്ന വെച്ചാൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ വന്നെന്ന് പറയുമ്പോൾ യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയ അത്രയും വളർന്നു വന്നിട്ടില്ലായിരുന്നു മലയാളികളുടെ ഇടയിൽ. അങ്ങനെ ഒരു റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വ്ലോഗ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ എങ്ങനെ വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, എങ്ങനെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ വീട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് റീച്ച് കിട്ടിയത്. വളരെ സന്തോഷം. താങ്ക് യു. ആൻഡ് ദെൻ അഗൈൻ ഷബ്ന ഹസ്കർ, നമുക്ക് ചെറിയൊരു ഓഡിയൻസിനെ കുറിച്ചിട്ടുള്ള സംഭവം. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ബിസിനസ്സുകളായിട്ടുള്ള കൊളാബറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അല്ലേ, ഇതുവരെ എന്തെങ്കിലും കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ബിസിനസ് കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടോ? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ചെയ്തിട്ടുണ്ട്. നാഷണൽ ബ്രാൻഡ്സ് മീൻസ് എന്താണ്? പറയുന്നത് ബ്രാൻഡിന്റെ പേര് പറയും. ഓ, ഈസ്റ്റേൺ. കൈ കൊടുക്കുക. നമ്മുടെ നാട്ടിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നമ്മള് എല്ലാ പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല, ഞാനും എന്റെ ഫാമിലി യൂസ് ചെയ്യുന്നത് എന്താണോ അതാണ് ഞാൻ ആ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ വിശ്വസിക്കും. നമ്മള് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഓഡിയൻസുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യാനുള്ള ഈ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ ബ്രാൻഡ് പ്രൊമോഷൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പരസ്യത്തിന് ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കാറുള്ള സമയമില്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മള് ഫ്രണ്ട്സിനായാലും നമ്മൾ ഡയറക്റ്റാണ് റിപ്ലൈ കൊടുക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ മെയിലൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ തന്നെ ആണ് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇത്രയും 3 വർഷമായി. സോ മേഡായിരുന്നു ഒരു 2 years ബാക്ക് മലപ്പുറത്ത് നമ്മുടെ ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്തത്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. സോ ആ ഒരു ഇനാഗ്രേഷൻ റീസൺ തന്നെ നമ്മൾ 3 years മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ ഞാൻ കൂടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ്. സോ ഞങ്ങൾ ടീച്ചേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോം ആയിരുന്നു. സോ അത് ഇനീഷ്യലി ഒന്ന് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഒരു യൂട്യൂബില് കൊളാബിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തത് മേഡത്തിനായിരുന്നു. അപ്പൊ അതൊരു 2021 ആസ് ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആയിട്ട് ഞങ്ങളുടെ കാര്യം സ്റ്റാർട്ട് ചെയ്തത് ആഫ്റ്റർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതൊരു ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്യൂച്ചർ കണ്ടുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൊളാബ് ചെയ്യുന്ന സമയത്തൊക്കെ അതിന് നമുക്ക് മാർക്കറ്റിൽ ഇതിന് ഇത്ര പ്രൈസാണ് പണ്ട് വാങ്ങുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് കുറച്ച് എമൗണ്ട് ഒക്കെ കുറച്ച് നല്ല രീതിയിലാണ് മാഡം നമുക്കത് ചെയ്തു തന്നത്. ആ ചെയ്തു തന്നത് മാത്രമല്ല അതിന് വളരെ നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ അന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 തവണയും കൂടെ അവരുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പോരുന്ന വഴിയിൽ നമ്മൾ ഷെഫ് ഷമീം ഖാൻ്റെ 7th ലോഞ്ച് പെരിന്തൽമണ്ണ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. നമ്മളിതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പം ഒരു ദിവസം സ്വസ്ഥമായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോകണമെന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ വെറുതെ അവിടെ വരെ വന്നതല്ലേ വിചാരിച്ചിട്ട് അവരൊന്ന് മീറ്റ് ചെയ്തിട്ട് പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഷമീം ഖാൻ്റെ കണ്ണൂർ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് മറ്റൊരു ദിവസം പോയിട്ട് കഴിക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.